ദൊഡ്ഡപേട്ട പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പോയത് ടീ ഗാർഡൻ കാണാനായിട്ടാണ്. നമ്മൾ മൂന്നാറിലും എല്ലാം ടീ ഗാർഡൻ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ മൂന്നാറിലൊക്കെ ചെല്ലുമ്പോൾ ഈ ടീ ഗാർഡനിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. പല വെയിലേക്ക് പൊളിഞ്ഞ് കിടക്കുന്നിടത്തായാലും നമ്മൾ കയറുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റിമാർ വന്ന് ഗസ്റ്റിൻ്റെ അടുത്ത് സഞ്ചാരികളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ഇവിടെ കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ ലോക്കൽസിൻ്റെ നല്ലൊരു ശല്യമുണ്ട്. മൂന്നാറിന് നെഗറ്റീവ് പറയുന്നില്ല, നടക്കുന്ന സംഭവമാണ്. നമ്മൾ മൂന്നാറിൽ ചെല്ലുമ്പോൾ പ്രശ്നം ഇവിടെയാണെങ്കിൽ ഒരു ടീ ഫാമിൻ്റെ ടീക്കാരൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 20 രൂപയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് നമുക്ക് ഇതിനകത്ത് കയറി ഇന്ന് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ മറ്റ് മൂന്നാറിൽ നടക്കത്തില്ല. മൂന്നാറിൽ നമുക്ക് ടീ വില്ലയിൽ കയറി ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, പക്ഷേ ഒരു കള്ളന്മാരെ കണക്കാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ 20 രൂപ കൊടുത്ത് നമുക്ക് യഥേഷ്ടം ഇതിനകത്ത് കയറി ഇന്ന് എവിടെ വേണം, ഏത് മൂലയിൽ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വരുന്ന ട്രിപ്പ് എൻജോയ് ചെയ്ത് തന്നെ പേടിക്കാതെ തന്നെ കയറുന്നുണ്ട്. അതിനൊരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല വ്യൂ ആണ്. നമ്മൾ ടീ ഗാർഡൻ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഒരു 10 മണിയോളം ആയി വിശന്ന് എല്ലാവർക്കും. നമ്മൾ നേരെ പോയത് ജംഗ്ഷനിൽ നമ്മൾ റോസ് ഗാർഡനിലൂടെ തിരിയുമ്പോൾ റൗണ്ട് ബോട്ടത്തിൽ നിൽക്കുന്ന ഹോട്ടൽ ദുർഗയിലാണ്. വെജ് ഹോട്ടലാണ് അവിടെ പോയത്. പക്ഷേ വളരെ മോശം ആഹാരമായിരുന്നു. ഇനി ആരും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് പണി കിട്ടരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. വൃത്തി എന്ന് പറയുന്ന സാധനം വളരെ മോശമായിരുന്നു, വൃത്തി കുറവായിരുന്നു. നമ്മൾ യാത്ര അറിഞ്ഞുകൊണ്ടായി കയറത്തില്ല, പക്ഷേ നമുക്കൊരബദ്ധം പറ്റി. അത് നിങ്ങളുടെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് നിങ്ങൾ അറിയണമല്ലോ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഊട്ടി കാഴ്ചകൾക്കായി മൂന്നാമത് നമ്മൾ പോയത് ഊട്ടി റോസ് ഗാർഡനിലേക്കാണ്. ഊട്ടിയിലെ ഒരു പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഊട്ടി റോസ് ഗാർഡൻ. 1995 തമിഴ്നാട് സർക്കാരാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ രൂപകൽപ്പനയും പരിപാലനവും ഹോർട്ടിക്കൾച്ചർ വകുപ്പിൻ്റെ നിയന്ത്രണം. പ്രവേശന കവാടത്തിൽ തന്നെ ഇതിനെ വിശദമാക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. 10 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഈ കാഴ്ചയാണ്. ഇതിൻ്റെ വലതുവശത്ത് റോസാ ചെടികളെല്ലാം കട്ട് ചെയ്ത് പുതിയ ഇലകൾ തളർത്താനും കിളിക്കാനുമായി അവർ റെഡിയാക്കി നിർത്തിയിരിക്കുന്നവയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം റോസാപ്പൂകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായി വെട്ടി വൃത്തിയാക്കി നിർത്തിയിരിക്കുന്ന കളർ ചെടി ഇലച്ചെടികളും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഏതൊരു സൈഡിൽ നോക്കിയാലും അതെല്ലാം ഒരു ഫോട്ടോ പോയിൻ്റാണ്. കൂടാതെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് താഴ്വാരത്ത് ഊട്ടിയുടെ മനോഹാരിത കാണാനും കഴിയുന്നതാണ്. ചെറിയ ചെറിയ വീടുകൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയാതെ മനോഹരമായ കാഴ്ചയാണത്. തൊഴിലാളികളുടെ വീടുകളാണ്, തോട്ടം തൊഴിലാളികളുടെയും അതേപോലെ തന്നെയുള്ള തൊഴിലാളികളുടെ ലയങ്ങൾ. ആ വാക്കാണ് ഞാൻ ആലോചിക്കുന്നത്. ലയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നിലവിലിത് ചെടികളെല്ലാം തന്നെ വെട്ടി കൂടുതൽ പുതിയ ഇലകൾ വരുവാനും കൂടുതൽ കുറച്ചുകൂടെ മെച്ചപ്പെടാൻ വേണ്ടി വെട്ടി നിർത്തിയേക്കുകയാണ്. ഏപ്രിൽ മുതൽ ജൂൺ ജൂലൈ വരെയാണ് ഇവിടുത്തെ സീസൺ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഓഫ് സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പോയപ്പോൾ തീരെ തിരക്കില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ സമയത്ത് തന്നെ നല്ല കാഴ്ച നമ്മുടെ കണ്ണിന് ഓർമ്മയേകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സീസണിലെ കാഴ്ച എന്തായിരിക്കും? നമ്മളിവിടെ ഏതൊരു പോയിൻ്റ് നോക്കിയാലും അവിടെ എല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ പോയിന്റുകളാണ്. വളരെ മനോഹരമായി ഇത് ഒരു പൊക്കത്തിന് താഴേക്ക് പോകുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് കയറി വരുന്നിടത്ത് നിൽക്കുമ്പോഴത്തേക്ക് കറങ്ങി നമുക്ക് ഒരു 360 വ്യൂ തന്നെ കിട്ടും.